നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി. ഒട്ടുമിക്ക ആൾക്കാരും ക്ലിനിക്കിൽ വന്നിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കാലിൽ നീര് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാലിൽ നീര് വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാലിൽ വരുന്ന നീര്, എന്തൊക്കെ കൊണ്ടാണ് ആ കാലിൽ നീര് വരുന്നത്, എന്തൊക്കെ അസുഖങ്ങൾ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് കാലിൽ വരുന്ന നീര്? പീഡൽ എഡിമ എന്ന് പറയുന്നത് എന്താണെന്ന്. അതായത് ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടക്കാതെ ഫ്ലൂയിഡ് റിട്ടൻഷൻ നടന്ന് അവിടെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്, ടിഷ്യൂസിലൊക്കെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് പീഡൽ എഡിമ, കാലിൽ നീര് വരിക എന്ന് പറയുന്നത്. പലതരത്തിലുള്ള നീരുകൾ നമുക്ക് കാണാറുണ്ട്. പിറ്റിംഗ് എഡിമ, നോൺ പിറ്റിംഗ് എഡിമ എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റിംഗ് എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ നീരുണ്ടാവും, അതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുക. അതായത് ആ ഷേപ്പ് നമ്മൾ പ്രസ് ചെയ്ത് ഷേപ്പിലോട്ട് മാറും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് നോർമൽ ഷേപ്പിൽ വരും. അതിനെയാണ് പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് അങ്ങനെയുള്ളതിലാണ് പിറ്റിംഗ് എഡിമ കാണുന്നത്. മറ്റൊന്ന് നോൺ പിറ്റിംഗ് എഡിമ പറയും. അത് നോർമലായിട്ട് പ്രസ് ചെയ്താൽ അങ്ങനെ ഉള്ളിലോട്ടൊന്നും പോകാത്തതാണ് നോൺ പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. അത് ലിംഫെഡിമയിലൊക്കെയാണ് കാണുന്നത്. മറ്റൊന്ന് ഒരു കാലിൽ മാത്രം കാണാം, പിന്നെ ബൈലാറ്ററൽ രണ്ട് കാലിലും കാണാം. ഒരു കാലിൽ മാത്രം കാണുന്നത് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലുള്ള അസുഖങ്ങൾ, നമ്മളെ ബ്ലഡ് ക്ലോട്ട് വെയിൻസിൽ വരുന്നിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ്, എന്തെങ്കിലും ഒടിവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കണ്ടീഷനിലൊക്കെയാണ് ഒരു കാലിൽ മാത്രമായിട്ട് കാണുന്നത്. പിന്നെ രണ്ട് കാലിൽ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ഡിസീസോ അതുപോലെ തന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് കാലിലും ബൈലാറ്ററലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ കാലിൽ നീര് വരുന്നത് ചെറിയ കാരണം, അതായത് അമിതമായി കുറേ നേരം നിൽക്കുന്നത്, യാത്ര ചെയ്യുന്നത് മുതൽ നമ്മുടെ ജീവിതത്തിന് ജീവഹാനി വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരെ കാരണം കാലിൽ നീര് വരാം. അപ്പോൾ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊലോങ്ഡ് സിറ്റിംഗ്. അതായത് ഒരുപാട് നേരം നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്ത്, അതായത് നമുക്കൊരു കുറച്ചൊരു കൺജസ്റ്റഡ് പ്ലേസ് പോലെയുള്ളതിൽ ഒരേ പോസ്ചറിൽ തന്നെ നമുക്ക് ഒന്ന് എണീറ്റ് കുറച്ച് നടക്കാനോ ഒന്നും പറ്റാതെ ഒരേ പോസ്ചറിൽ തന്നെ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ, ഒരുപാട് നേരം ഇരിക്കുകയാണെങ്കിൽ കാലിൽ നീര് വരുന്നത് കാണാറുണ്ട്. അത് യൂഷ്വലി നമ്മൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ആ നീര് കുറയാറാണ് പതിവ്. മറ്റൊന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് വരാം. അതായത് നമ്മുടെ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് കാലിൽ നീര് വരുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒബേസിറ്റി, ശരീരം നല്ല തടിയുള്ള പ്രകൃതിയുള്ള ആൾക്കാർക്കും കാലിൽ നീര് കാണാറുണ്ട്. പിന്നെ നമ്മൾ അസുഖങ്ങളിലോട്ട് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഹാർട്ടിൽ വരുന്ന പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് കാലിൽ നീര് വരുന്നത് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അതായത് നമ്മളുടെ ഹൃദയത്തിൻ്റെ പമ്പ് ചെയ്യാനായിട്ടുള്ള ശക്തി കുറയുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് കെട്ടിക്കിടന്ന് അവിടെ കാലിൽ നീര് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് കൊറോണറി ആർട്ടറി ഡിസീസ്. അവിടെ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ കുറവായിട്ട് ബ്ലഡ് ഫ്ലോ കുറവായതുകൊണ്ട് നമുക്ക് അവിടെ കാലിലൊക്കെ നീര് കാണാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഇവിടെ നമ്മുടെ വെയിൻസിൽ ബ്ലഡ് ക്ലോട്ടുകളൊക്കെ ഉണ്ടായിട്ട് അവിടെ സർക്കുലേഷൻ ഇൻട്രപ്റ്റ് ആയിട്ട് അവിടെ ഇതുപോലെ തന്നെ കാലിലും നീര് വരാം. അതുപോലെ തന്നെ റെഡ്നെസ് ഉണ്ടാവും, ഭയങ്കര വേദനയൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ കാണുന്നത്. മറ്റൊന്നാണ് വീനസ് ഇൻസഫിഷ്യൻസി. അതായത് നമ്മുടെ കാലിലെ വെയിൻസ് എല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവിടെ ഫ്ലൂയിഡ് എല്ലാം കെട്ടിക്കിടന്ന് ഇതുപോലെ തന്നെ വീണ്ടും കാലിൽ നീര് വരാനായിട്ടുള്ള സാധ്യത അതിലും കൂടുതലാണ്. പിന്നെ പൾമണറി ഹൈപ്പർ ടെൻഷൻ. അതായത് BP കൂടിയുള്ള ആൾക്കാർക്ക് കാലിൽ നീര് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹൃദയ സംബന്ധമായ മെയിൻ അസുഖങ്ങൾ. കാലിൽ നീര് വരാനുള്ള മെയിൻ ആയിട്ടുള്ള അസുഖങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്തത് നമുക്ക് കിഡ്നി പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് കിഡ്നി ഫംഗ്ഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ, അതിൻ്റെ നോർമൽ ഫംഗ്ഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ കൂടിയിട്ട് കാലിലേക്കുള്ള നീര്, ലോവർ എക്സ്ട്രിമിറ്റീസിൽ മെയിനിലായിട്ട് കാലിലോട്ടുള്ള നീരുകൾ കൂടി വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് നെഫ്രോട്ടിക് സിൻഡ്രോം. അതായത് ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെ നമ്മുടെ പ്രോട്ടീൻ എല്ലാം ലോസ് ആവുമ്പോൾ അതുമൂലം ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടായിട്ട് പിന്നെ കാലിൽ നീരൊക്കെ വരാനായിട്ടുള്ള മറ്റൊരു കാരണം കൂടിയാണ്. കിഡ്നി പ്രോബ്ലംസിൽ മറ്റൊരു കാരണം കൂടിയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. മറ്റൊന്നാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും ഫംഗ്ഷന് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടായിട്ട് കാലിൽ നീര് വരാനായിട്ട് സാധ്യതയുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കിഡ്നിയിൽ വരുന്ന അസുഖങ്ങൾ. നമ്മുടെ കാലിൽ നീര് വരാനായിട്ട് കിഡ്നിയിൽ വരുന്ന അസുഖങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്തത് നമുക്ക് ലിവറിലോട്ട് പോകാം. ലിവറിൽ ചെറിയ ലിവർ ചേഞ്ചസ്, ഫാറ്റി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കാലിൽ നീര് വരണമെന്നില്ല. പക്ഷെ അത് സിറോസിസിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിൽ, അതായത് ആൽബുമിൻ ഒരു പ്രോട്ടീനാണ്, ആൽബുമിൻ്റെ അളവ് കുറയും ബ്ലഡിൽ. അങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് സറൗണ്ടിങ് ടിഷ്യൂസിലോട്ടേക്ക് പോകും. ബ്ലഡ് സ്ട്രീമിൽ നിന്ന് സറൗണ്ട് ടിഷ്യൂസിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ കാലിലൊക്കെ നീര്, പ്രത്യേകിച്ച് ലോവർ എക്സ്ട്രിമിറ്റീസിലാണ് അങ്ങനെയുള്ള കണ്ടീഷനിൽ നീര് കാണുന്നത്. കാലിലൊക്കെ നീര് വരാറാണ് പതിവ്. മറ്റേത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. പോർട്ടൽ ഹൈപ്പർ ടെൻഷനിൽ പോർട്ടൽ വെയിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സർക്കുലേഷനൊക്കെ അങ്ങനെയാണ് കാലിലൊക്കെ നീര് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിവറിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇനി നമ്മൾ എൻഡോക്രൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയിഡ് കുറവായ അവസ്ഥയിലാണ് പിന്നെ കാലിൽ നീര് കയറുന്നത്. മറ്റൊരു കാര്യമാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കാലിൽ നീര് കാണാറുണ്ട്. അത് 2 തരത്തിലാണ് നമ്മൾ നീര് കാണുന്നത്. ഒന്ന് നോർമൽ പ്രഗ്നൻസിയിൽ കാണും. അതായത് നോർമൽ പ്രഗ്നൻസിയിൽ അവരുടെ ഹോർമോണൽ ചേഞ്ചസും പിന്നെ യൂട്രസിൻ്റെ ഗ്രോത്ത് കൊണ്ട് ബാക്കിയുള്ള ഓർഗൻസ് അല്ല അതിൻ്റെയൊക്കെ ഒരു പ്രഷർ കൊണ്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യും, തടസ്സപ്പെടും. അങ്ങനെ കാലിൽ നീര് വരാറുണ്ട്. അത് യൂഷ്വലി നോർമൽ പ്രഗ്നൻസിയിൽ കാണുന്നതാണ്. മറ്റൊന്ന് പ്രീ എക്ലാംസിയ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. പ്രീ എക്ലാംസിയ ഉള്ള പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ BP ബ്ലഡ് പ്രഷർ കൂടിയായിട്ടേ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് പ്രോട്ടീൻ മൂത്രത്തിലൂടെ പോകുന്നതും കൂടുതലായിരിക്കുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രീ എക്ലാംസിയ ഉള്ള പ്രഗ്നൻറ്റ് ലേഡീസിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി വാസ്കുലർ കണ്ടീഷൻസിൽ നമുക്ക് കാലിൽ നീര് വരാം. ഒന്നാമത്തെ ലിംഫെഡിമ. ലിംഫാറ്റിക് വെസൽസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കാലിൽ നീര് വരാറുണ്ട്. മറ്റൊന്നാണ് വെരിക്കോസ് വെയിന്. വെരിക്കോസ് വെയിനിൽ നമ്മളുടെ വെയിനിൻ്റെ വാളുകളും വാൾവുകളും അതിൻ്റെ വീക്ക്നെസ് കാരണം ബാക്ക് ഫ്ലോ ഉണ്ടാവില്ല. അങ്ങനെ അവിടെ തിരിച്ച് രക്തം കാലിൽ നിന്ന് ലോവർ എക്സ്ട്രീമിറ്റിയിൽ നിന്ന് മേലോട്ട് പോകാനായിട്ട് പറ്റാതെ അവിടെ കുടുങ്ങി നിന്നിട്ടാണ് കാലിൽ നീര് വരാറുള്ളത്. അടുത്തതാണ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. അതായത് ആമവാദം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ നമ്മുടെ ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് അവിടെ നീര് വരാറുണ്ട്. അതുപോലെ തന്നെ SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമൈറ്റോസിസ്, അതായത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ കാലിൽ നീര് കാണാറുണ്ട്. മറ്റൊന്നാണ് സെല്ലുലൈറ്റിസ്. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അങ്ങനെ അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു റെഡ്നെസ് ഒക്കെ ഉണ്ടാവും, അവിടെ നല്ല വേദനയായിരിക്കുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു കണ്ടീഷനാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നമുക്ക് കാലിൽ നീര് കാണാറുണ്ട്. അടുത്തതാണ് ചില മരുന്നുകളുടെ ഉപയോഗം. അതായത് മെയിൻലി നമ്മൾ BP കൊടുക്കുന്ന ചില മരുന്നുകൾ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ നീര് കാണാറുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻസ്, നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പിന്നെ സ്റ്റീറോയിഡ്സ്, അതുപോലുള്ള മരുന്നുകളെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിൽ നീര് വരുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഏതാണോ മരുന്ന് ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞാൽ അതിന് പകരമുള്ള മരുന്ന് വാങ്ങിയിട്ട് കഴിക്കേണ്ടതാണ്. മറ്റൊന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ കാലിൽ നീര് വരാം. അതുപോലെ തന്നെ വിറ്റാമിൻ B1 കുറവുണ്ടെങ്കിലും കാലിൽ നീര് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രാക്ചറോ ഒടിവോ ചതവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും കാലിൽ നീര് കാണാറുണ്ട്. പിന്നെ പെൽവിക് ട്യൂമേഴ്സിലും നീര് വരാറുണ്ട് കാലിൽ. അപ്പോൾ കാലിൽ നീര് എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള മറ്റെന്തോ അസുഖത്തിനെ പുറത്തോട്ട് കാണിക്കുന്ന ഒരു സിംറ്റം മാത്രമാണ് കാലിൽ നീര്. അത് കുറച്ച് നേരം അല്ലെങ്കിൽ ഇരുന്നത് മുതൽ നമ്മളുടെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസോ കിഡ്നി ഡിസീസോ പോലുള്ള അസുഖങ്ങൾ കാരണം കൊണ്ടും കാലിൽ നീര് വരാം. അപ്പോൾ അങ്ങനെ ഒന്ന് കാലിൽ നീരുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതെന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.